ബോംബെ ഭദ്രാസനം ഇന്ന് മലങ്കര സഭയ്ക്ക് മാത്രമല്ല, ബോംബെ പ്രദേശത്തിന് മാത്രമല്ല, മലങ്കര സഭയ്ക്ക് തന്നെ നല്ല ശീതള ഛായ നൽകുന്ന ഒരു വടവൃക്ഷമായിട്ട് വളർന്നിരിക്കുന്നു എന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. അതിൻ്റെ സാരഥികളായി കടന്നുപോയിട്ടുള്ള എല്ലാ പിതാക്കന്മാരെയും ആദരിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നതായ സമയത്ത് വീണ്ടും ഇതിനെ കുറേ കൂടെ ഉന്നതമായ രീതിയിലേക്ക് വളർത്തുവാൻ ഇപ്പോഴത്തെ ഭദ്രാസന മെത്രാപ്പൊലീത്ത 15 പ്രോജക്റ്റുകൾ തുടങ്ങുന്നു എന്ന് കേൾക്കുന്നതും മലങ്കര സഭയ്ക്ക് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അബ്ദുൽ കലാം പറയുന്നത് പോലെ സ്വപ്നം കാണുവാൻ നമുക്ക് കഴിയണം. ജോർജ് എലിയട്ട് പറയുന്നത്, സ്വപ്നം കണ്ടാൽ ഇഫ് യു ഡ്രീം സംതിങ് ദാറ്റ് മീൻസ് യു ക്യാൻ റിയലൈസ് ഇറ്റ് എന്നാണ്. സ്വപ്നം കാണുന്നെങ്കിൽ അത് യാഥാർത്ഥ്യമാകുവാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 10-15 പ്രോജക്റ്റുകൾ സ്വപ്നം കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഈ ഭദ്രാസനത്തിൻ്റെ വളരെ വലിയ വളർച്ചയാണ് അത് കാണിക്കുന്നത്. നമുക്ക് മുമ്പിൽ അനേകം മൈലുകൾ ഇനിയും ഓടാനുണ്ട്, യാത്ര ചെയ്യാനുണ്ട്. അതിനുവേണ്ടിയുള്ളതായ തത്രപ്പാട് അഥവാ അതിൻ്റെ അടിസ്ഥാനം പാകുവാനായിട്ടാണ് അഭിമന്യ തിരുമേനി ആഗ്രഹിക്കുന്നത്. മുന്നോട്ട് അത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരുമാണ് തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നത്. ജൂബിലി സമ്മേളനം എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും നല്ല ഒരു വീക്ഷണമാണുള്ളത്. സ്വാതന്ത്ര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെ ഒക്കെയുള്ള ഒരു വർഷമായിട്ടാണ് പഴയ നിയമത്തിൽ തന്നെ ജൂബിലി വർഷത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ എന്താണ് നമ്മുടെ വിഷൻ? ഈ 15 പ്രോജക്റ്റുകൾ നിശ്ചയമായിട്ടും ഈ ഭദ്രാസനത്തിൻ്റെ വളർച്ചയെ ബന്ധിപ്പിക്കുന്നതാണെന്നുള്ളതിന് സംശയമില്ല.